പ്രിയപ്പെട്ട വാഹനപ്രേമികളെ, വാഹന മോഡിഫിക്കേഷനിൽ കൂടുതൽ ഇളവുകൾ ഉണ്ടാകില്ല എന്ന് നമ്മുടെ ഗതാഗത വകുപ്പ് മന്ത്രി CP ജോൺ നിയമസഭയിൽ ഔദ്യോഗികമായി പ്രഖ്യാപിച്ചിരിക്കുകയാണ്. മന്ത്രി പറഞ്ഞത് ഇങ്ങനെയാണ്: വാഹന മോഡിഫിക്കേഷന്റെ ഭാഗമായി അമിതമായ വെളിച്ചവും ശബ്ദവും പുറത്തേക്ക് വരുന്നത് അനുവദിക്കാനാകില്ല. അപകടകരമല്ലാത്ത കളർ കോഡും ഫിറ്റിംഗ്സും പ്രശ്നമല്ല. വാഹന മോഡിഫിക്കേഷനിൽ കേന്ദ്ര നിയമാവലി ബാധകമാണ് എന്നുമാണ് നിയമസഭയിൽ മന്ത്രി വ്യക്തമാക്കിയത്. ഇനി ഈ നിയമം മറികടന്ന് ആരെങ്കിലും മാറ്റങ്ങൾ വരുത്തിയാൽ പിഴ ചുമത്തപ്പെടാനും വാഹനത്തിന്റെ ഇൻഷുറൻസ് ക്ലെയിം റദ്ദാക്കുവാനുമുള്ള സാധ്യതയാണുള്ളത്. എന്നാൽ അനുമതിയില്ലാതെ വരുത്താവുന്ന മാറ്റങ്ങളെക്കുറിച്ച് വിശദമായ ചർച്ചകളും വിദഗ്ധ സമിതിയുടെ പഠനങ്ങളും ഒക്കെ ഒരു ഭാഗത്ത് പുരോഗമിക്കുകയുമാണ്. കേരളത്തിൽ വാഹനങ്ങളുടെ മോഡിഫിക്കേഷൻ സംബന്ധിച്ച കർശന നിയമങ്ങൾ നിലവിലുണ്ട്. അതിൽ നിയമപരമായി അനുവദിക്കാവുന്ന 18 ഇനങ്ങളിലാണ് ഇപ്പോൾ ചർച്ചകൾ നടന്നുകൊണ്ടിരിക്കുന്നത്. സർക്കാരിന്റെ 100 ദിന പദ്ധതിയിൽ ഇവ പ്രഖ്യാപിച്ചേക്കാം. വാഹനങ്ങളിൽ സ്റ്റിക്കറുകളും ലൈറ്റുകളും പിടിപ്പിക്കുന്നതടക്കം 18 തരം മോഡിഫിക്കേഷൻ അനുവദിക്കാം എന്നാണ് മോട്ടോർ വാഹന വകുപ്പ് ഇപ്പോൾ റിപ്പോർട്ട് നൽകിയിരിക്കുന്നത്. നിയമ തടസ്സങ്ങളില്ലാത്ത 18 തരം സ്റ്റാൻഡേർഡ് എക്യുപ്മെന്റുകൾക്ക് മാത്രമാണ് മുൻകൂർ അനുമതി ആവശ്യമില്ലാത്തത്. സീറ്റ് കവറുകൾ, ഫ്ലോർ മാറ്റുകൾ, ഡോർ വൈസറുകൾ, മഡ് ഫ്ലാപ്പുകൾ എന്നിവക്കും അശ്ലീലമല്ലാത്ത ബോഡി സ്റ്റിക്കറുകൾ പതിക്കുന്നതിനും നിയമ തടസ്സമില്ല. ഇൻഫോർടൈൻമെന്റ് സിസ്റ്റം, സ്പീക്കറുകൾ, ഡാഷ് ക്യാമറ, റിവേഴ്സ് ക്യാമറ, പാർക്കിംഗ് സെൻസറുകൾ, GPS, റൂഫ് കാരിയറുകൾ, 50% കാഴ്ച ലഭിക്കുന്ന സൺ ഫിലിമുകൾ എന്നിവയും ഈ പട്ടികയിലുണ്ട്. ഇപ്പോൾ ലോകകപ്പ് കാലമാണ്. ഓരോ ടീമിന്റെയും ആരാധകർ ഇഷ്ട ടീമുകളുടെ സ്റ്റിക്കറുകൾ പതിപ്പിച്ച വാഹനങ്ങളുമായി പുറത്തേക്ക് ഇറങ്ങിയിരുന്നു. പലർക്കും പിടി വീണു, പലർക്കും വലിയ പിഴയും ചുമത്തപ്പെട്ടു. എന്നാൽ ഇനി അനുമതിയോടെ സ്റ്റിക്കറുകൾ പതിക്കാനാകും എന്നതാണ് വാഹന മോഡിഫിക്കേഷനുമായി ബന്ധപ്പെട്ട് ഈ വാഹന കമ്പക്കാർക്ക് ലഭിക്കുന്ന ഏറ്റവും വലിയ ആനുകൂല്യം. സർക്കാർ പ്രധാനമായും പറയുന്നത് കേന്ദ്ര നിയമത്തിന്റെ പരിമിതിയുണ്ട് ഈ വാഹന മോഡിഫിക്കേഷനുമായി ബന്ധപ്പെട്ട് എന്നാണ്. എന്താണ് വാഹന മോഡിഫിക്കേഷനുമായി ബന്ധപ്പെട്ട കേന്ദ്ര നിയമങ്ങളിൽ വ്യക്തമാക്കുന്നത് എന്ന് നോക്കാം. പൂർണ്ണമായും നിരോധിച്ചിട്ടുള്ള മോഡിഫിക്കേഷനുകൾ വാഹനത്തിന്റെ ഘടനയെയും സുരക്ഷയെയും ബാധിക്കുന്ന താഴെ പറയുന്ന മാറ്റങ്ങൾ നിയമവിരുദ്ധമാണ്. ഈ നിയമവിരുദ്ധമായ കാര്യമാണ് നമ്മൾ പറയുന്നത്. അതിലൊന്നാണ് എൻജിൻ മാറ്റം. കമ്പനി നൽകിയ ഒറിജിനൽ എൻജിൻ മാറ്റി ഉയർന്ന ശേഷിയുള്ള മറ്റൊന്ന് വെക്കുന്നത് കുറ്റകരമാണ്. മറ്റൊന്നാണ് ബോഡി സ്ട്രക്ചറിലെ മാറ്റം. വാഹനത്തിന്റെ നീളം, വീതി, ഉയരം, ചേസിസ് എന്നിവ മുറിച്ചു മാറ്റുകയോ നീട്ടുകയോ ചെയ്യുന്നത് പൂർണ്ണമായും നിരോധിച്ചിട്ടുണ്ട്. മറ്റൊന്നാണ് ഉയർന്ന ശബ്ദമുള്ള എക്സോസ്റ്റുകൾ ഘടിപ്പിക്കുന്നത്. കമ്പനി ഫിറ്റ് ചെയ്ത സൈലൻസറുകൾ മാറ്റി അമിത ശബ്ദമുണ്ടാക്കുന്ന സൈലൻസറുകൾ വെക്കുന്നത് ഗുരുതരമായ നിയമലംഘനമാണ്. മറ്റൊന്നാണ് തീവ്രതയേറിയ ലൈറ്റുകൾ. നിയമപരമായ പരിധിയിൽ കൂടുതൽ വോൾട്ടേജ് ഉള്ള LED, HID ലൈറ്റുകൾ, ഫ്ലാഷറുകൾ, മറ്റു വാഹനങ്ങൾക്ക് കാഴ്ച തടസ്സമുണ്ടാക്കുന്ന ലൈറ്റുകൾ ഇവയും പാടില്ല. വലിയ ടയറുകളും വീലുകളുമാണ് മറ്റൊന്ന്. ബോഡിക്ക് പുറത്തേക്ക് തള്ളി നിൽക്കുന്ന തരത്തിലുള്ള അമിത വലിപ്പമുള്ള ടയറുകളോ വീലുകളോ ഓവർ സൈസ്ഡ് ടയർ അലോയ്സ് എന്നിവയൊന്നും ഉപയോഗിക്കാൻ പാടില്ല. മറ്റൊന്നാണ് ടിൻഡഡ് ഗ്ലാസുകൾ അഥവാ ഡാർക്ക് വിൻഡോ ടിൻസ് എന്ന് പറയും. ഗ്ലാസുകളിൽ കറുത്ത ഫിലിം ഒട്ടിക്കുന്നതും കേന്ദ്ര നിയമപ്രകാരം നിരോധിച്ചിട്ടുള്ളതാണ്. മുൻപിൽ ഗ്ലാസുകളിൽ 70%, വശങ്ങളിലെ ഗ്ലാസുകളിൽ 50% വിഷ്വൽ ലൈറ്റ് ട്രാൻസ്മിഷൻ അഥവാ VLT നിർബന്ധമാണ് എന്നാണ് കേന്ദ്ര നിയമം പറയുന്നത്. ഇനി നിയമപരമായിട്ട് ചെയ്യാവുന്ന മാറ്റങ്ങൾ എന്തൊക്കെയാണ്, അനുവദനീയമായവ എന്തൊക്കെയാണ് എന്നതാണ് ഈ കേന്ദ്ര നിയമത്തിൽ ഇനി നമ്മൾ പരിശോധിക്കുന്നത്. ചില ചെറിയ മാറ്റങ്ങൾ വരുത്താൻ നിയമം ഇത്തരത്തിൽ അനുവദിക്കുന്നുണ്ട്. എങ്കിലും ഇതിൽ തന്നെ ചിലതിന് RTOയുടെ അനുമതി ആവശ്യവുമാണ്. അതിലൊന്നാണ് നിറം മാറ്റാൻ. വാഹനത്തിന്റെ ബോഡി കളർ മാറ്റാം. എന്നാൽ ഇത് RTOയുടെ മുൻകൂർ അനുമതിയോടെ മാത്രമായിരിക്കണം. പുതിയ നിറം വാഹനത്തിന്റെ RC ബുക്കിൽ രജിസ്ട്രേഷൻ സർട്ടിഫിക്കറ്റ് അതിൽ രേഖപ്പെടുത്തേണ്ടതുമുണ്ട്. അതോടൊപ്പം തന്നെ CNG LPG കിറ്റുകൾ നമുക്ക് വെക്കാൻ പറ്റുമെന്നാണ്. അംഗീകൃത കമ്പനികളുടെ അല്ലെങ്കിൽ LPG കിറ്റുകൾ, CNG കിറ്റുകളൊക്കെ ഘടിപ്പിക്കാം. ഇതും RC ബുക്കിൽ മാറ്റം വരുത്തി എൻഡോയ്സ് ചെയ്യേണ്ടതുണ്ട് എന്നതാണ് ഇതിലെ പ്രധാനപ്പെട്ട കാര്യം. ചെറിയ ആക്സസറികൾ, കമ്പനി നിർദ്ദേശിക്കുന്ന അളവിലുള്ള വിൻഡ് ഡിഫ്ലക്ടറുകൾ, ചെറിയ റൂഫ് റാക്കറ്റുകൾ, കമ്പനി ടയർ സൈസിന് അനുയോജ്യമായ അലോയ് വീലുകൾ
എന്നിവ നിലവിൽ ഉപയോഗിക്കാൻ കേന്ദ്ര നിയമം അനുവദിക്കുന്നുണ്ട്. മറ്റൊന്നാണ് മഴ നനയാതിരിക്കുവാനുള്ള സൈഡ് വൈസറുകൾ, കാറിന്റെ ലുക്ക് കൂട്ടാൻ ബോഡി കളറിലുള്ള ചെറിയ സ്റ്റിക്കറുകൾ, അവയ്ക്കൊന്നും നിലവിൽ വിലക്കില്ല. ഇവിടെയും നമ്മൾ ശ്രദ്ധിക്കേണ്ടത് സംസ്ഥാന സർക്കാർ ഇപ്പോൾ കൊണ്ടുവരുന്ന മാറ്റത്തിൽ ഇതും പറയപ്പെടുന്നുണ്ട്. അഥവാ സ്റ്റിക്കറുകൾ പതിപ്പിക്കാമെന്ന് സർക്കാർ പറയുന്നുണ്ട്. അത് പക്ഷേ കേന്ദ്ര നിയമത്തിലും പറയുന്നതാണ്, അത് അനുവദനീയമാണ് എന്നതുകൂടിയാണ് ഇവിടെ നമ്മൾ പ്രത്യേകം ഓർക്കണം. ഇനി മറ്റൊന്ന്, നിയമലംഘനം നടത്തിയാൽ ഉണ്ടാകാവുന്ന പ്രത്യാഘാതങ്ങൾ എന്തൊക്കെയാണെന്ന് നോക്കാം. കേന്ദ്ര മോട്ടോർ വാഹന നിയമം ലംഘിച്ച് വാഹനം മോഡിഫൈ ചെയ്താൽ കടുത്ത പിഴയും മറ്റ് നിയമ നടപടികളും തന്നെ നേരിടേണ്ടി വരും. അതിലൊന്നാണ് എന്താണ് ഇതിന്റെ പിഴ എന്നാണ്. മോട്ടോർ വാഹന വകുപ്പിന്റെ MVDയുടെ പരിശോധനയിൽ പിടിക്കപ്പെട്ടാൽ വലിയ തുക തന്നെ പിഴ ഈടാക്കാം. രജിസ്ട്രേഷൻ റദ്ദാക്കൽ, രൂപമാറ്റം വരുത്തിയ വാഹനം പഴയപടിയാക്കാൻ RTO നോട്ടീസ് നൽകും. നിശ്ചിത സമയത്തിനകം മാറ്റിയില്ലെങ്കിൽ വാഹനത്തിന്റെ രജിസ്ട്രേഷൻ സ്ഥിരമായോ താൽക്കാലികമായോ റദ്ദാക്കുവാനുള്ള സാധ്യതയുണ്ട്. മറ്റൊന്നാണ് ഇൻഷുറൻസ് നിരസിക്കൽ. നിയമവിരുദ്ധമായ മോഡിഫൈ ചെയ്ത വാഹനം അപകടത്തിൽപ്പെട്ടാൽ ഇൻഷുറൻസ് കമ്പനികൾ ക്ലെയിം നിരസിക്കുവാനുള്ള പൂർണ്ണ നിയമപരമായ അവകാശം ആ കമ്പനികൾക്കുണ്ട്. അതുകൊണ്ട് തന്നെ അത് നമ്മൾക്കിനി ലഭിച്ചു കൊള്ളണമെന്നില്ല എന്നതാണ് ഇതിന്റെ മറ്റൊരു പ്രശ്നം. ചുരുക്കത്തിൽ, വാഹനത്തിന്റെ നിർമ്മാണ ഘടനയ്ക്കോ സുരക്ഷയ്ക്കോ ഭംഗം വരുത്താതെ ചെറിയ ആക്സസറികൾ ആകാം എന്നാണ് കേന്ദ്ര നിയമം പറയുന്നത്. എന്നാൽ RC ബുക്കിലെ വിവരങ്ങളിൽ മാറ്റം വരുന്ന രീതിയിലുള്ള എന്ത് പരിഷ്കാരത്തിനും മോട്ടോർ വാഹന വകുപ്പിന്റെ മുൻകൂർ അനുമതി വാങ്ങേണ്ടത് നിർബന്ധമാണ്. ഏതായിരുന്നാലും ഇനി സർക്കാരിന്റെ 100 ദിന കർമ്മ പദ്ധതികൾ വരികയാണ്. അവിടെ ഈ 18 ഇന മാറ്റങ്ങൾ മാത്രമായിരിക്കാം അനുവദിക്കുന്നത്. അതിൽ തന്നെ ഒരു പക്ഷേ എടുത്തു പറയാൻ കഴിയുക കുറച്ച് സ്റ്റിക്കറുകൾ പതിപ്പിക്കാം എന്നത് മാത്രമായിരിക്കും അതുകൊണ്ടുണ്ടാകുന്ന വളരെ വലിയൊരു നേട്ടം എന്നാണ് ഇപ്പോൾ നമുക്ക് ലഭ്യമാകുന്ന വിവരപ്രകാരം നമുക്കറിയാൻ സാധിക്കുന്നത്. വരട്ടെ, കാണാം, അതിനുശേഷം നമുക്ക് വീണ്ടും പ്രതികരിക്കാം. Waytonikah.com, the exclusive Muslim matrimonial site.